عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم، وبارك على سيدنا محمد وعلى آل سيدنا محمد، كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر من كل فج عميق. كلام قديم لا يمل سماعه، تنزه عن قول وفعل بنية، به يشتكي عن كل داء ونور، دليل لقلبه عند جهله وحيرته. فيا رب متع إليه بسر حروفه، ونبر به قلبي وسمعي ومقلتي. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാസങ്ങളിൽ നിന്ന് ഏറ്റവും പുണ്യമായ ശ്രേഷ്ഠമായ ഒരു മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം. പരിശുദ്ധമായ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസമാണ്. ദുആഇന് ഉത്തരങ്ങൾ കിട്ടുന്നതും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രതിഫലങ്ങൾ അധികരിപ്പിച്ചു തരുന്നതും പാവങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതുമായ ഒരു പുണ്യമായ മാസമാണ്. ഈ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ അമലുകളൊക്കെയും നമ്മൾ ചെയ്യണം. ഈ പ്രത്യേകമായി ചെയ്യേണ്ട അമലുകൾ ധാരാളം ഈ മാസത്തിലുണ്ട്. പരിശുദ്ധമായ ഹജ്ജ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ഫർളാക്കിയ ഒരു ഇബാദത്താണ്. ശാരീരികമായും സാമ്പത്തികമായും യാത്രാ സൗകര്യത്താലും കഴിവുള്ള ഏത് വ്യക്തികൾക്കും നിർബന്ധമാകുന്ന പുണ്യമായ അമലാണ് ഹജ്ജ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ഹാജിമാർ മക്കയിൽ എത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. ആ ഹജ്ജാജികളുടെ ദുആയിൽ സാധുക്കളായ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ ഹറമൈനിൽ ചെന്ന് ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാൻ മരണപ്പെടുന്നതിനുള്ള അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ തുടക്കത്തെ സംബന്ധിച്ചാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഫജ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം, സുബ്ഹ് നിസ്കാരത്തെ തന്നെയാണ് സത്യം, അതല്ല പ്രഭാതത്തെ തന്നെയാണ് സത്യമെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നത്. വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞ ഒരു മാസത്തിൽപ്പെട്ടതാണ് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം. 10 ദിവസങ്ങൾ. ആ 10 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ എന്ന് പറഞ്ഞാൽ ആ 10 ദിവസം 9 ദിവസവും നോമ്പ് പിടിക്കലാണ്. അത് മാത്രമല്ല, ദുൽഹജ്ജ് മാസം തുടക്കം മുതൽ ദുൽഹജ്ജ് മാസം ഇങ്ങനെ ധാരാളം പരിഹരിച്ചിട്ടുള്ള ഒരു ദിക്റാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റുകൾ ധാരാളമായി ചെല്ലേണ്ട ഒരു ദിവസങ്ങൾ കൂടിയാണ് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം എന്ന് പറയുന്നത് മുഹറം മാസത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ആ മുഹറം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ദിവസമാണ് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ 10 ദിവസങ്ങൾ. ആ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പ്രത്യേകമായ പ്രതിഫലമുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം 1-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഔവലിയും ദുൽഹജ്ജ് മൻ സാമ ദാലിക ലിയഗ്ഫറല്ലാഹു ലഹു പദത്തിന്റെ തമ്മിൽ. ആ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ ദിവസം ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. 2-ാമത്തെ ദിവസമാണെങ്കിലോ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം
മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കടലിൽ വെച്ച് സമുദ്രത്തിൽ വെച്ച് മത്സ്യം പിടിക്കുകയപ്പോൾ ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ ഉള്ളിൽ കടന്നുകൊണ്ട് പ്രാർത്ഥനയെല്ലാം സ്വീകരിച്ച ഒരു ദിവസമാണ് ദുൽഹജ്ജ് മാസം 2-ാം തീയതി. ആ ദുൽഹജ്ജ് മാസം നമ്മുടെ ദുആഇന് പ്രത്യേകമായ ഉത്തരം നമുക്ക് നൽകും. അന്ന് ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ ഒരു വർഷം നോമ്പ് പിടിച്ച പ്രതിഫലം അല്ലാഹു കൊടുക്കുന്ന ദിവസം പഠിപ്പിക്കുന്നു. അതുപോലെ 3-ാമത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് മഹാനായ സക്കറിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആഇനെ അല്ലാഹു സ്വീകരിക്കുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ ആരെങ്കിലും നോമ്പ് പിടിച്ചാലും അതുപോലെ തന്നെയാണ് അവന്റെ ദുആഇനെ അല്ലാഹു സ്വീകരിക്കും. അവന്റെ നോമ്പിനെയും സ്വീകരിക്കും. ഒരു വർഷത്തിൽ അവന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. 4-ാമത്തെ ദിവസമാണെങ്കിൽ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആഇനെ അല്ലാഹു സ്വീകരിക്കുന്ന ദിവസമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസവിക്കുന്ന ദിവസമാണ് ദുൽഹജ്ജ് മാസം 4-ാം തീയതി എന്ന് പറയുന്നത്. 5-ാമത്തെ ചുരുക്കിനാൽ പറയുകയാണ് സമയമില്ലാത്തതുകൊണ്ട് 5-ാമത്തെ ദിവസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ജനിച്ച ദിവസമാണ് ദുൽഹജ്ജ് മാസം 5-ാം ദിവസം. 6-ാം ദിവസം എന്ന് പറയുന്നത് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച ദിവസമാണ്. അതുപോലെ 7-ാം ദിവസം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ഒരു മാസമാണ് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 8-ാമത്തെ ദിവസം എന്ന് പറയുന്നത് അല്ലാഹു റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നു അല്ലദീ യൗമുൽ തർവീഹിന്റെ ദിവസമാണ്. ഹജ്ജാജികൾ ഉംറയ്ക്ക് ഒരുങ്ങുന്ന ദിവസമാണ്. ഹജ്ജിന്റെ കർമ്മങ്ങളും നിർവഹിക്കൽ തുടങ്ങുന്നത് ദുൽഹജ്ജ് മാസം 9-ാം തീയതിയാണ്. ദുൽഹജ്ജ് മാസം 8-ന് രാത്രിയിൽ നിലയിൽ താമസിച്ചുകൊണ്ട് എല്ലാ ദിവസവും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാ ഹജ്ജാജിമാരും മിനയിലേറും. ആ മിനയിൽ രാപ്പാക്കുക എന്നുള്ളത് ഹജ്ജിന്റെ വാജിബാത്തിൽപ്പെട്ടതാണ്. മിനയിൽ രാത്രിയിൽ താമസിച്ചുകൊണ്ട് സുബഹി കഴിയുമ്പോൾ നേരെ എല്ലാവരും പോകുന്ന അറഫയിലേക്കാണ്. ദുൽഹജ്ജ് മാസം 9-ാം തീയതി അറഫ ഏറ്റവും പുണ്യമായ അൽ ഹജ്ജു അറഫത്തു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് പറഞ്ഞാൽ അറഫയിൽ നിൽക്കൽ. ഹജ്ജിന്റെ മൂലമായ ഏറ്റവും ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു അമലാണ് അറഫയിൽ നിൽക്കുക. അറഫയിൽ നിന്നില്ലെങ്കിൽ നമുക്ക് ഹജ്ജ് കിട്ടുകയില്ല. മറ്റേതൊരു പുറത്തിനെ പോലെയല്ല അറഫയിൽ നൃത്തം എന്ന് പറയുന്നത്. സുബഹി മുതൽ മഗ്‌രിബ് വരെയുള്ള സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് അറഫയിൽ നിന്ന് ഒരുമിച്ച് കൂടിയാൽ ഹജ്ജിന്റെ ആ ഭാഗം നമുക്ക് വിടാൻ കഴിയുന്നതാണ്. 9-ാം ദിവസം എന്ന് പറയുന്നത് അറഫാ ദിവസം. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മയായ ഹവ്വ റളിയല്ലാഹു തആലയുടെ മുമ്പിൽ കണ്ടുമുട്ടിയ ദിവസമാണ് പരിശുദ്ധമായ അറഫാ ദിവസം. ആ ദിവസം ഒരുപാട് പ്രത്യേകതകളുടെ സുഖത്വങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് അറഫാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഫർദുകൾക്ക് പുറമെ ഒരുപാട് സുന്നത്തുകൾ സുന്നത്താക്കിയിട്ടുണ്ട്. മുഹറം മാസം 9-10 ദിവസങ്ങളിൽ, അതുപോലെ തന്നെ എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങളിൽ, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ, അതുപോലെ തന്നെ നമുക്ക് ശവ്വാൽ മാസം 6 ദിവസം, ഇങ്ങനെ ഒരുപാട് സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്തും എന്ന് പറയുന്നത് അറഫാ ദിവസം നോമ്പാണ്. ദുൽഹജ്ജ് മാസം 9 വലിയ പെരുന്നാളിന്റെ തലേന്നുള്ള ആ 9-ാമത്തെ അറഫാ ദിവസമാണ്. ഹജ്ജാജികളെല്ലാം അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. ഹജ്ജാജികൾക്ക് നോമ്പൊടിക്കൽ സുന്നത്തില്ല, എന്നാൽ ഹജ്ജിന് പോകാത്തവർക്കെയും അത് നോമ്പൊടിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തിൽപ്പെട്ടതാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുന്നു. മനസ്സാമഹോ കാലകഫാറത്തിൽ സന്നത്തിൽ മാനിയത്തിൽ സുന്നത്തിൽ സഹോദരത്തിൽ 2 കൊല്ലത്തെ പാപങ്ങൾ കൊടുക്കപ്പെടും. കഴിഞ്ഞുപോയ പാപവും കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ പാപങ്ങളും കൊടുക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് പരിശുദ്ധമായ അറഫാ ദിവസത്തെ നോമ്പ്. നമ്മളെല്ലാ വർഷവും പഠിപ്പിക്കുന്നതാണ്. ഈ വർഷവും പുണ്യവാദമാകാൻ കൂടി ഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള കുട്ടികൾ, നമ്മുടെ കണക്കനുസരിച്ച് എന്ന് പറയുന്നത് ദുൽഹജ്ജ് മാസം 9 എന്ന് പറയുന്നത് നമുക്ക് ബുധനാഴ്ചയാണ് വരുന്നത്. വ്യാഴാഴ്ച ഇതിൽ അത് വെള്ളികൊണ്ടാണ്. അന്ന് പ്രത്യേകമായ ആളുകളുണ്ട്. അത് വേറെ നമുക്ക് പരിശുദ്ധമായ ഈ അറഫാ ദിവസം വരുന്നത് ബുധനാഴ്ച ദിവസമാണ്. ആ ബുധനാഴ്ച ദിവസം അറഫാ മുതൽ അറഫാ ദിവസം സുബഹി മുതൽ നമ്മൾ തുടങ്ങുന്ന തക്ബീറുകൾ ചൊല്ലുന്നതാണ് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം. ആ അറഫാ ദിവസത്തിൽ സുബഹി മുതൽ തുടങ്ങുന്ന തക്ബീറുകൾ വഴികളിലും വീടുകളിലും മൃഗങ്ങളെ കാണുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് തക്ബീറുകൾ ചെല്ലാം. ആ തുടങ്ങുന്ന തക്ബീർ അയ്യാമു തശ്രീഖ്, അതായത് വലിയ പെരുന്നാളിന് ശേഷമുള്ള 3 ദിവസങ്ങളിൽ അസർ നിസ്കാരം വരെയും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും
أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد എന്നുള്ള തലത്തിൽ നമ്മൾ ചൊല്ലണം. പ്രത്യേകമായി ശ്രദ്ധിച്ചാൽ നമ്മുടെ ജനത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രതിഫലങ്ങളുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് ഉദഹിയ എന്ന് പറയുന്നത്. ഏറ്റവും പുണ്യമായ ഒരു അമലാണ് ഉദഹിയ. ആ ഉദഹിയ എന്ന് പറയുന്നത് രാജ്യത്ത് ഒരുപാട് വിനയിലുള്ള മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ സംഭവത്തെ ഓർമ്മിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക മുസ്ലിമീങ്ങൾക്ക് ശറഅാക്കിയ ഒന്നാണ് ഉദഹിയ എന്ന് പറയുന്നത്. ആ ഉദഹിയത്തിന്റെ പ്രതിഫലം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതും പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതും ഒക്കെയാണ്. ഉദഹിയാക്കാൻ കഴിവുള്ള ഉദഹിയാക്കണം. അത് അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തും നോക്കുന്നതാണെങ്കിലും കഴിവുള്ളവർ ഉദഹിയാക്കി കൊടുക്കുക തന്നെ വേണം. വലിയ പെരുന്നാൾ ദിവസത്തിൽ ചിലവിന് അന്നത്തെ ഭക്ഷണം വസ്ത്രം പോലെയുള്ള കാര്യങ്ങളിലെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൃഗത്തെ വാങ്ങി അറുത്തു കൊടുക്കാൻ കഴിവുള്ളവരൊക്കെ ഉദഹിയാക്കി കൊടുക്കണമെന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ള ഉടനെ നമ്മൾ മനസ്സിലാക്കണം. ഉദഹിയ എന്ന് പറയുന്നത് ആ കൊടുക്കുന്ന മൃഗം ആടുമായിട്ട് ഒട്ടകങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആ മൃഗങ്ങളെന്ന് പറയുന്ന ആടുമാട് ഒട്ടകങ്ങൾ. ഒട്ടകം തന്നെ ഒട്ടകത്തിലും അതുപോലെ തന്നെ മാടുകളിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോത്ത്, പശു, എരുമ, കാള പോലെയുള്ള മൃഗങ്ങളുണ്ട്. ഒറ്റയ്ക്കൊരാൾ ഓടുക്കാൻ കഴിയുമെങ്കിൽ 7 പേർ പോലെ അതിൽ പങ്കുചേരാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിലൊക്കെ ഒരാൾ കട്ടി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഓരോരുത്തരുടെയും മോഹനയായിട്ട് 7 പേര് ചേർന്ന് പൈസ വിധിച്ചിട്ട് നമ്മുടെ ജമാഅത്തുകളിൽ ഉദഹിയ കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കബൂലാക്കുമാറാകട്ടെ. ഒറ്റയ്ക്ക് കൊടുക്കാൻ കഴിവില്ലാത്തവർ അങ്ങനെ പങ്കുചേരാൻ 7 പേർക്ക് ഒരു ബന്ധത്തിൽ പങ്കുചേരാൻ. എന്നാൽ ആടാണെങ്കിലോ ആട് ഒറ്റയ്ക്ക് മാത്രം കൊടുക്കാൻ കഴിയാത്ത പങ്കുചേരാൻ കഴിയുകയില്ല. ഒരാട് വാങ്ങി കൊടുത്ത് ഉദഹിയാക്കി കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ അത് കൊടുക്കുക തന്നെ വേണം. പഴയ കാലം പോലെ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് സാമ്പത്തികമായ വരുമാനം ഇല്ലെങ്കിലും അവർ ഉദഹിയ കൊടുക്കുന്നതിന് മുൻപോട്ട് വരുന്ന ആളുകളാണ്. അന്ന് ഉദഹിയാണ് ഇറച്ചെന്ന് പറയുന്നത് നമുക്ക് അറിയാം. ജമാഅത്തിൽപ്പെട്ട പല വീടുകളിൽ പല ആളുകളും ഉദഹിയാക്കി സാധനങ്ങൾ കൊടുക്കുമായിരുന്നു. ഇന്ന് ആളുകൾക്ക് പൈസ കൂടിയപ്പോൾ ഉദഹിയാക്കലൊക്കെ നിർത്തിപ്പോയി. അവരാരും എന്തിനാ കൊടുക്കുന്നതെന്ന് വിചാരിക്കും. ഇതിന്റെ പ്രതിഫലം അവർക്കറിയാത്തത് കൊണ്ടല്ല, എന്തോ അറിയില്ല. ഇന്ന് ഒരുപാട് ആളുകൾ ഇവിടെയൊക്കെ വേണം. എന്റെ ഓർമ്മയിൽ കൊടുത്തിരുന്ന പലതും കൊടുക്കാത്തവരുണ്ട്. പക്ഷെ ഒരു പള്ളി കൊടുക്കുന്നുണ്ടാവാം. എന്നാലും അത് അൽഹംദുലില്ലാഹ് ഒരു മൃഗത്തെ വാങ്ങി നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ നീയത്താക്കി അറുത്തു കൊടുക്കുന്നതിന്റെ പ്രതിഫലം എന്തായാലും ഉറപ്പാണ്. നമ്മുടെ ഒരാടിനെ വാങ്ങി അല്ലെങ്കിൽ നമുക്കൊരു പോത്തിനെ വാങ്ങി അല്ലെങ്കിൽ ഒരു പശുവിനെ വാങ്ങി നമുക്ക് അറുത്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിന് സാമ്പത്തികമൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക തന്നെ വേണം. അതിന്റെ പ്രതിഫലം എന്താണെന്ന് നമുക്ക് പറഞ്ഞിടയിൽ ഉദഹിയുടെ പ്രതിഫലത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മൃഗത്തിന് അറുക്കുന്ന മൃഗത്തിന് എത്ര രോഗമുണ്ടോ ആ രോഗത്തിന്റെ കണക്കനുസരിച്ചാണ് പ്രതിഫലം. അത് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രത്യേകത വേറെ പ്രത്യേകതയുണ്ട്. ഉദഹിയ കൊടുക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരുമിക്കും. മരണം എല്ലാവർക്കും നിർബന്ധമാണ്. തിരിച്ചാൽ മരിക്കൽ നിർബന്ധമാണ്. ചെയ്യും മരണപ്പെട്ട് കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ പുനർജീവിപ്പിക്കുമ്പോൾ ലോകാവസാനം എല്ലാം കഴിഞ്ഞ് പുനർജീവിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഓരോ കവറുകളിൽ നിന്ന് എഴുതേണ്ടി വരും. രണ്ടാം പ്രാവശ്യം ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് സൂറത്ത് കാണുന്നത് ഓതുമ്പോൾ എല്ലാവരും ഓരോ കവറുകളിൽ നിന്ന് അല്ലാഹു ജീവിപ്പിക്കുന്നതാണ്. ആരോഗ്യ വൈദ്യന അമ്പഴസന അമ്പറക്കതിന അങ്ങനെ എല്ലാവരെയും രണ്ടാമത് ഊതിൽ എല്ലാവരും കവറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്നതാണ് അല്ലാഹു ആരാണ് ഞങ്ങളെ ഈ ഉറക്കത്തിൽ വിളിച്ചോടുന്നത് ചോദിക്കുമ്പോൾ അല്ലാഹു അറിയുമെന്ന് പറയും. അതാണ് അല്ലാഹു വാഗ്ദാനം ചെയ്ത ആ പുനർജീവിതം ഇതാണ്. അങ്ങനെ എല്ലാവരും മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി യാത്രയാകുമ്പോൾ കബറിടത്തിൽ എല്ലാവരെയും യാത്രയാകുമ്പോൾ ആ യാത്രയാകുമ്പോൾ അല്ലാഹു വിളിച്ചു പറയും, മലക്കുകളോട് വിളിച്ചു പറയും. ആ ദുനിയാവിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും ഉദഹിയാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ നടന്നുകൊണ്ട് മഹ്ശറിലേക്ക് പോകാൻ അനുവദിക്കരുത്. എല്ലാവരും സ്പീഡിൽ വളരെ സ്പീഡിൽ ഓടിപ്പോകുന്നവരാണ്, നടന്നു പോകുന്നവർ മഹ്ശറിലേക്ക്. അത് ഒരുപാട് വിഷയമുള്ളതാണ്. പല ഓരത്തിൽ പോകുന്നവരുണ്ട്, യഥാർത്ഥ മനുഷ്യരൂപത്തിൽ മഹ്ശറിൽ പോകുന്നവരുണ്ട്, പന്നിയുടെ രൂപത്തിൽ പോകുന്നവരുണ്ട്, പട്ടിയുടെ രൂപത്തിൽ പോകുന്നവരുണ്ട്, മറ്റു മൃഗങ്ങളുടെ രൂപത്തിൽ മഹ്ശറിൽ പോകുന്നവരുണ്ട്.
അള്ളാഹു കൽപ്പിക്കുന്നു. അത് ഉദയ കൊടുക്കുന്നതാണ് പ്രത്യേകതയാണ്. ആ ഉദയ കൊടുക്കുന്ന ഒരു മൃഗത്തെ ഉദയാർക്ക് കൊടുത്താൽ നമുക്ക് നാളെ മഹേശ്വരയിൽ വാഹനമായി വരുമെന്ന്. അതെങ്ങനെ ആ മൃഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ഒരുപാട് പ്രത്യേകതയാണ്. നല്ല സ്വർണ്ണം ശരീരമുള്ള, നല്ല സ്വർണ്ണത്താൽ ശരീരമുള്ള മൃഗം. അതിന്റെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങുന്നതായി കാണാം. നല്ല രൂപമുള്ള ഭംഗിയുള്ള നമ്മുടെ കൂടത്തെ മൃഗത്തിന്റെ ആ രൂപമല്ല നാളെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി മനുഷ്യരിലെ കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹു ഹാജരാക്കുന്നത് പ്രത്യേകതയാണ്. പറഞ്ഞു അതും അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസ് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നമുക്ക് കാണാം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല വീട്ടിൽ പറയുകയാണ്, ഒരാൾ വീട്ടിൽ നിന്ന് ഉദഹിയ എന്ന് പറയുന്ന ഒരു ഉദഹാരക്കാർ വർഗത്തെ വാങ്ങാൻ വേണ്ടി പുറപ്പെട്ട ഉദഹിയാണ് നമ്മൾ നിയത്താക്കി നമ്മൾ പൈസ എടുത്തുകൊണ്ട് ഉദഹിയ മൃഗത്തെ വാങ്ങാൻ വേണ്ടി പുറപ്പെട്ടു. ഇത് നമുക്കൊരു ഉദഹാരത്തെ കൊടുക്കണം. വിഷാദത്തെ ഒരാളിനെ ആകട്ടെ, മറ്റു ആടുകളെ ആകട്ടെ, എന്തോ ആകട്ടെ, ഉദഹിയ ആക്കാൻ വേണ്ടി ഒരു മൃഗത്തെ വാങ്ങാൻ വേണ്ടി നമ്മൾ പുറപ്പെട്ടാൽ എന്താകട്ടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ പഠിപ്പിക്കുന്നു. കാറബി കുല്ലി ഖത്വത്തിൻ അശറത്തു ഹസനാത്ത്. ആ നടന്നു പോകുമ്പോൾ നമ്മൾ ആ പൈസയുമായി ഉദഹിയ എന്ന് പറയുന്ന മൃഗത്തെ വാങ്ങാൻ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിന്റെ ഓരോ പാദത്തിന്റെ കണക്കനുസരിച്ച് നമുക്ക് അല്ലാഹു ഓരോ നന്മകളെ എഴുതിയിടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഓരോ കാലിന്റെ ചൂടിന്റെ കണക്കനുസരിച്ചും 10 നന്മകളെ എഴുതപ്പെടും, 10 പാപങ്ങളെ അല്ലാഹു നമുക്ക് കൊടുത്തു തരുന്നു. മാത്രമല്ല 10 പദവികളെ നമുക്ക് ഉയർത്തുന്നത്. മൃഗത്തെ വാങ്ങാൻ വേണ്ടി പറഞ്ഞ വീട്ടിൽ പുറപ്പെടുമ്പോൾ നമ്മുടെ ഓരോ കാൽപാദത്തിന്റെ കണക്കനുസരിച്ച് 10 നന്മകള്, 10 പാപങ്ങൾ കൊടുക്കപ്പെടും, 10 പദവികളെ എല്ലാം നമുക്ക് ഉയർത്തി തരുന്നത്. അങ്ങനെ നമ്മുടെ മാർക്കറ്റിലെത്തി അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്ന സ്ഥലത്തെത്തി ഇത് വാങ്ങുന്ന ആളുമായി സംസാരിക്കണമല്ലോ. മൃഗത്തിന്റെ വില ചോദിക്കുകയും അതിന്റെ ഐറ്റങ്ങൾ നോക്കി സംസാരിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുമ്പോൾ ആ സംസാരം എന്താണ്? ആ സംസാരം തസ്ബീഹായി മാറും. അല്ലാഹു പോലെയുള്ള തസ്ബീഹുകളായി മാറും. ആ ഉദഹിയാകുന്ന മൃഗത്തെ വാങ്ങുന്നതിനുള്ള സംസാരം, അതിന് വില അങ്ങോട്ട് പറയുക, ഇതിന് ഇങ്ങോട്ട് പറയുക, അങ്ങനെ സംസാരിക്കുമ്പോൾ ആ സംസാരം നമുക്ക് തസ്ബീഹായി മാറും. അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഓരോ നാണയങ്ങളും ഓരോ രൂപയും 700 പ്രതിഫലം, 700 വെച്ച് പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അങ്ങനെ മൃഗത്തെവാദി നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ഉദഹിയുടെ സമയമാകുമ്പോൾ എപ്പോഴാണ് ഉദഹിയുടെ സമയം? ബലിപെരുന്നാളിനകത്ത് നിസ്കാരം സൂര്യൻ ഒന്നിച്ച് നമ്മൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നതാണ് ഏറ്റവും ചുരുങ്ങിയ നിലയിലുള്ള ഹുതുബയും ചുരുങ്ങിയ നിലയിൽ നിസ്കരിച്ചുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ഉദഹിയിലേക്ക് വേണ്ടി തയ്യാറാകണമെന്നാണ്. ഹുതുബത്തേന് ഖഫീഫത്തേന് സ്വലാത്തേന് ഖഫീഫത്തേന് ചുരുങ്ങിയ നിലയിൽ ഹുതുബയും മതി. ചുരുങ്ങിയ നിലയിൽ നിസ്കരിച്ചുകൊണ്ട് പെട്ടെന്ന് ഉദഹി ഇറക്കാൻ വേണ്ടി പോകണം. അതാണ് അതിനുള്ള സമയം. ആ പെരുന്നാൾ ദിവസം നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഉദഹി ഇറക്കേണ്ട സമയം. അങ്ങനെ ഉദഹി ഇറക്കാൻ വേണ്ടി നമ്മൾ പോയി നിസ്കാരം കഴിഞ്ഞിട്ട് പോയി ആ മൃഗത്തെ നമ്മളിങ്ങനെ തറയിലിങ്ങനെ അറക്കാൻ വേണ്ടി ഇങ്ങനെ വളർത്തി കിടത്തിയാൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ മൃഗത്തെ അറക്കാൻ വേണ്ടി അതിനെ കൊണ്ടുപോകുമ്പോൾ വളരെ സൂക്ഷ്മതയോട് കൊണ്ടുപോകണം. വലിച്ചു കൊണ്ടുപോകരുത്, അതുപോലെ കെട്ടി വലിച്ചുകൊണ്ട് പോകരുത്. അതിനെ നല്ല പിടിച്ചുകൊണ്ട് പോയി വളരെ ആ മൃഗം എന്ന് പറയുന്ന നല്ല മാംസമുള്ളതായിരിക്കണം, കൊഴുപ്പുള്ളതായിരിക്കണം, രോഗങ്ങളില്ല, ഒരുപാട് ചുറ്റുള്ളതിനുണ്ട്. രോഗങ്ങളില്ലാത്തതായിരിക്കണം, കൊമ്പില്ലാത്തതാകരുത്, അതുപോലെ തന്നെ ചെവിയില്ലാത്തതാകരുത്, കണ്ണു വേണ്ടതാകരുത്, നല്ല കൊഴുത്ത മാംസമുള്ള മൃഗം, ആടായാലും മറ്റു മൃഗങ്ങളായാലും കൊണ്ടുപോയി നമ്മളങ്ങനെ മലർത്തി കിടത്തി ഇറക്കാൻ വേണ്ടി തറയിലേക്ക് ഇങ്ങനെ മെല്ലെ അതിനെ പിടിച്ച് തെരിച്ച് കിടത്തുമ്പോൾ തള്ളിയിടരുത്, അതിനെ നോവിക്കരുത്, ഉപദ്രവിക്കരുത്, ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകരുത്, കാലിൽ പിടിച്ചൊന്ന് വലിച്ചുകൊണ്ട് പോകരുത്. അങ്ങനെ പറയുന്നത് നീ 2 പ്രാവശ്യം അതിനെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നെന്ന് ചോദിച്ചു. അങ്ങനെ കാലിൽ പിടിച്ചൊരു സാഹചര്യം കൊണ്ടുപോയപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ മൃഗത്തെ കൊണ്ടുപോയി അങ്ങനെ ആ തറയിലേക്ക് അടക്കാൻ വേണ്ടി കിടന്നു കഴിയുമ്പോൾ 7 ആകാശ ലോകത്തുള്ള സർവ്വ മലക്കുകളും ഭൂമിയിൽ അമ്മാസത്തിക്ക് ഏതെല്ലാം സൃഷ്ടികളുണ്ടോ അപ്പുറഞ്ഞൊന്നുമില്ല. 7 ആകാശത്തിലും 7 ഭൂമിയിലുമുള്ള സർവ്വ സൃഷ്ടികളും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുമെന്ന് ഇതിലൂടെ കേട്ടോ. അങ്ങനെ മൃഗത്തെ നമ്മൾ വിശ്വസിച്ചില്ലേ, ഞാൻ എന്റെ ഉദഹിയാകുന്നതിന്റെ കുടുംബത്തിനുള്ള ഉദഹിയാകുന്നു എന്ന് നിയന്ത്രാക്കി നമ്മുടെ വിശ്വസിച്ചിട്ട് നമുക്ക് അറക്കാൻ
കഴിയും നമ്മൾ തന്നെ അറിഞ്ഞതാണ്. അതല്ലെങ്കിൽ ആർക്കും തന്നെ നല്ല അറിയാതെ ഒരാൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ട് അടുക്കുമ്പോൾ നമ്മൾ അടുത്തത് നിയത്ത് ചെയ്യുക. ഇത് എന്റെയും എന്റെ കുടുംബത്തിന്റെ വഴിയാണ് ഇത് നിയത്താക്കി അർത്ഥമാണ്. അങ്ങനെ വിശുദ്ധിയിൽ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടതിനെ അറുത്ത് ആ രക്തം താഴേക്ക് വീഴുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ രക്തം മൃഗത്തിന്റെ രക്തം താഴേക്ക് വീഴുമ്പോൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഓരോ തുള്ളി രക്തത്തിനും ഒരു മൃഗത്തെ തുള്ളി രക്തമുണ്ടാകും. അതിന്റെ ആഴത്തിൽ ചെയ്യുന്ന രക്തം ഒരുപാട് തുള്ളി രക്തങ്ങളായിരിക്കും. ഓരോ തുള്ളി രക്തത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ തുള്ളി രക്തത്തിനും 10 മലക്കൾ സൃഷ്ടിക്കും. ഒരു തുള്ളി രക്തത്തിന് 10 മലക്കൾ വീതം അല്ലാഹു സൃഷ്ടിക്കും. ആ രക്തം എന്നിട്ട് ഈ ആ 10 തുള്ളി ഓരോ തുള്ളി രക്തത്തിൽ സൃഷ്ടിക്കുന്ന 10 മലക്കുകള് അവരെ വ്യാപനമാണ് വരെ അവരെ വേണ്ടി ഒരുപാട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് കഴിവുള്ളവരുടെ ഉദഹയായിരിക്കണം. അല്ലെങ്കിൽ ഉദഹയായിരിക്കാൻ നമുക്ക് ഒറ്റയ്ക്കഴിയില്ലെങ്കിൽ കൂട്ടമായി നമുക്ക് പറയുമ്പോൾ നമ്മുടെ പള്ളിയിലെങ്കിൽ നമ്മുടെ പരിസരത്തിൽ അങ്ങനെ പങ്കുചേർന്നാൽ നമുക്ക് മതിയാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ അധികം ആളുകൾക്ക് ഒരു ആടിനെ വാങ്ങി കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള കാലമാണ്. എങ്ങനെയായാലും നമുക്ക് അതിനുള്ള സാമ്പത്തികം തന്നവർ ധാരാളമാണ്. പക്ഷേ മനഃപൂർവ്വം ചെയ്യാവുന്നതാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. അല്ലാഹു റസൂലിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പ്രതിഫലം സമ്പാദിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കണക്കനുസരിച്ച് ഇൻഷാ അല്ലാഹ് അറഫാ ദിവസം വരുന്ന ബുധനാഴ്ചയാണ്. എല്ലാവരും നോമ്പൂടി കണക്ക് അറഫാട് കണ്ടെത്തുന്നത് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുന്നു കരുതി ഇൻഷാ അല്ലാഹ് രാത്രിയുടെ ഓടിക്കുക. 2 കൊല്ലത്തെ പാവങ്ങൾ കൊടുക്കപ്പെടും. ഈ ഹജ്ജ് മാസം കൂടുതൽ അതിർത്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു യുഹ്യി വ യുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഉദഹ്യ ഉദ്ദേശിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉദഹ്യ അറിയാവുന്നതുവരെ മുടി വെട്ടുകയോ മുഖം മുടിക്കുകയോ യേശുക്രിസ്തുവിനെയോ നാടി മാറ്റുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. മൃഗങ്ങളെ കാണുമ്പോഴും അതുപോലെ വീടുകളിലും ഒക്കെ നമ്മൾ തക്ബീർ ചെയ്യണം. ആ മൃഗങ്ങളെ ഉദഹ്യാക്കാൻ ഉദ്ദേശിക്കുന്നവരെ ഈ താറ്റ ഒരു മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ പ്രത്യേകമായ തക്ബീർ ചൊല്ലൽ പ്രത്യേകമായ സുന്നത്താണ്. അതുപോലെ തന്നെ നമ്മൾ ഉദഹ്യാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഈ അറക്കുന്നവർ തന്നെ പറ്റരുത്. മുടിവെട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ നല്ല നീയത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞ പ്രതിഫലം പൂർണ്ണമായി ആരും ബോധിപ്പിക്കാൻ ഞാൻ ഉദഹ്യാത്തിന് കൊടുത്തു. ഒരു കാര്യം ചെയ്യുമ്പോഴും ആരുടെ പ്രീതി ആഗ്രഹിക്കരുത്. ദുനിയാവിലെ ഒരു നേട്ടങ്ങളും ആഗ്രഹിക്കരുത്. എന്ത് ഹസനാത്തുകൾ നന്മകൾ ചെയ്താലും പടച്ചവന്റെ വെറുതെ മാത്രം ആഗ്രഹിക്കുന്നു. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും പടച്ചവനെ ഇതിന് നീ നീ ഇതിന് എന്താണോ നീ ഇതിനാ പ്രതിഫലത്തിൽ കൽപ്പിച്ചുള്ളത് പൂർണ്ണമായി നീ നൽകണേ എന്ന് പ്രത്യേകമായി നീയത്താക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അഅ്മാലുകളും സ്വീകരിക്കുമാറാകട്ടെ. ഹജ്ജാജുകളുടെ ഹജ്ജുകളെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ സ്ഥാപനത്തിന് വേണ്ടി ആരെല്ലാം ഏതെല്ലാം സഹായിക്കുന്ന വസ്തു വാങ്ങാൻ വേണ്ടി അതെല്ലാം സാമ്പത്തികമായിട്ട് മറ്റുള്ള ഈ പള്ളി നിർമ്മാണത്തിന് വേണ്ടി ഇവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുന്നവർ സഹായിക്കുന്നവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വർഷത്തെ പോലെ ഇൻഷാ അല്ലാഹ് ഈ വർഷം പെരുന്നാൾ നിസ്കാരം ഈ നേരത്തെ ആക്കണമെന്ന് വേണ്ട. ആണോ വേണ്ടല്ലോ. നമുക്ക് 8 മണിക്ക് തന്നെ ഞാൻ എപ്പുറം പോകത്തില്ല. 8 മണിക്ക് തന്നെ ഇൻഷാ അല്ലാഹ് നിസ്കാരം ആരംഭിക്കും. എല്ലാവരും നേരത്തെ വരണം. കുട്ടികളെല്ലാം 7 മണിക്ക് തന്നെ ഇൻഷാ അല്ലാഹ് കൈയെഴുതി വരണം. 8 മണിക്ക് നമുക്ക് നിസ്കാരം ആരംഭിക്കണം. എല്ലാവരും നേരത്തെ പെരുന്നാൾ റെഡിയായി വരണം. അതുപോലെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ പെരുന്നാൾ വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ പ്രത്യേകമായ ശ്വാസമാണ്. ചെറിയ പെരുന്നാളാണെങ്കിൽ നമ്മൾ നോമ്പല്ലാതെ നോമ്പ് കുറിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് വരെ സുന്നത്താണ്. ഈ വലിയ പെരുന്നാളാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞു പോയിട്ട് കഴിക്കലാണ്. എല്ലാ ദിവസവും എങ്ങനെയാണ് വലിയ പെരുന്നാൾ നിസ്കാരവും എല്ലാം കഴിഞ്ഞ് പോയി ഉകടിയെ ആ ഉകടിയുടെ ആട്ടിന്റെ കരലെടുത്തിട്ട് വേവിച്ചിട്ട് കഴിക്കുമെന്നാണ് ഹദീസിൽ കണ്ടിട്ടുള്ളത്. നല്ലതാണ്. നമുക്ക് ഭക്ഷണം അതുപോലെ നിസ്കാരം കഴിഞ്ഞു പോയി കഴിക്കലാണ് നല്ലത്. പെരുന്നാൾ നിസ്കാരം വരുന്ന ആളുകളാണെങ്കിൽ വരുന്ന വഴി ഒരു വഴി വരിക, മറ്റൊരു വഴി കൂടി പോവുക. അത് പ്രത്യേകമായ സുന്നത്താണ്. കാരണം നമ്മൾ പോകുന്ന വഴിയിലും വരുന്ന വഴിയിലുള്ള ഓരോ കാര്യം പാദത്തിന്റെ കണക്കനുസരിച്ചും നമ്മുടെ പാവങ്ങളെ എന്താകും പുറത്തു വരുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഇന്നത്തെ കാര്യങ്ങൾ സുന്നത്തോടൊന്നും കളയേണ്ട കാര്യമില്ലല്ലോ. ഒരു സുന്നത്ത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഹൈറല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും നേരത്തെ തന്നെ എത്താണ്. 8 മണിക്ക് നിസ്കാരം ആരംഭിക്കും. കുട്ടികളൊക്കെ നേരത്തെ എഴുതി വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അഅ്മാലുകളും സ്വീകരിക്കുമാറാകട്ടെ. ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.